ഒരു ദിവസം കൂടി ദാനമായി തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: പ്രകാശത്തിന്റെ മക്കളെ പോലെ വർദ്ധിക്കുവിൻ. പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പല മനുഷ്യർക്കും തന്നിൽ ഒരു നന്മയുണ്ടെന്നും തന്നിൽ ഒരു വിശുദ്ധിയുണ്ടെന്നും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. യേശുക്രിസ്തു ഒരു നന്മയുടെ പ്രതീകമാണ്. മനുഷ്യനിൽ ഒരു നന്മയുണ്ടെന്നും ആ നന്മ ദൈവത്തിൽ നിന്നും ഉള്ളതാണെന്നും തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി തന്നത് ക്രിസ്തുവാണ്. യേശുക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് മനുഷ്യൻ അടുക്കും തോറും അവനിലെ ഇരുട്ടാകുന്ന തിന്മയുടെ ശക്തി ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന എനിക്കെങ്ങനെ മറ്റൊരാളെ സഹായിക്കുവാൻ കഴിയും എന്ന്. സ്നേഹമുള്ളവരെ, ഒരു പ്രാർത്ഥനയിലൂടെയോ ഒരു ചെറിയ ആശ്വാസ വാക്കിലൂടെയോ ഒരു പുഞ്ചിരിയിലൂടെയോ ഒക്കെ നമുക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കൂട്ടിവെക്കുവാനും സാധിക്കും. നന്മയുടെ പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഉണ്ടായിരിക്കണം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ചുങ്കക്കാരനും ധനികനുമായിരുന്ന സക്കേവുസിനെ നമ്മൾ കാണുന്നു. സക്കേവുസിന്റെ ജീവിതത്തിൽ ആദ്യം യേശു ഇല്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ കാണുവാനുള്ള അവന്റെ ആഗ്രഹം കാരണം അവൻ ഒരു സിക്കമൂർ മരത്തിൽ കയറി ക്രിസ്തു വരുന്ന വഴിയിൽ കാത്തിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? ക്രിസ്തുവിനെ കൂടാതെ എല്ലാം വെട്ടിപ്പിടിച്ച് സമ്പാദിച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ആഗ്രഹമാണോ, അതോ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മുടെ ആത്മാവിനെ രക്ഷിച്ച് ക്രിസ്തുവിനോടുകൂടി നിലനിൽക്കുന്ന സമ്പത്ത് വേണമെന്നാണോ? ക്രിസ്തുവിനെ സ്വീകരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സക്കേവുസിന്റെ ഭവനത്തിൽ പോയ ക്രിസ്തു നമ്മുടെയും ഭവനത്തിലേക്ക് കടന്നു വരും. ഏത് കാര്യവും ഏത് സമയത്തും എവിടെ വെച്ചും ചോദിക്കുവാനും ആ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി തരുന്നവനുമായ ക്രിസ്തുവിനെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കും? സക്കേവുസിനെ കർത്താവ് വിളിച്ചപ്പോൾ സക്കേവുസ് തിടുക്കത്തിൽ സിക്കമൂർ മരത്തു നിന്നും ഇറങ്ങി വന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം അതുവരെ അവന് തിരിച്ചറിയുവാൻ കഴിയാതിരുന്ന അവനിലുള്ള നന്മ പുറത്തു വരികയാണ്. അവൻ പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. സക്കേവുസിനുള്ളത് കർത്താവിന്റെ മുമ്പിൽ നിരത്തി വെക്കുമ്പോൾ കർത്താവ് അവന് വലിയൊരു സമ്മാനം കൊടുക്കുകയാണ്, വലിയൊരു അനുഗ്രഹം കൊടുക്കുകയാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ലോകം മുഴുവനും നേടിയാലും ക്രിസ്തുവിനെ നേടിയില്ലെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സക്കേവുസ് കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. തന്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. തനിക്കുള്ളതെല്ലാം കർത്താവുമായി പങ്കുവച്ചു. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവന്റെ ഭവനത്തിന് രക്ഷ ലഭിച്ചു. നമുക്കുള്ളത് മുഴുവൻ കർത്താവുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ? കർത്താവ് നമ്മെ രക്ഷയിലേക്ക് നയിക്കും. തിരുവചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തിൽ ആശ്രയിച്ചവരാരും വീണു പോയിട്ടില്ല, നിരാശരായിട്ടില്ല. ഈജിപ്തിലും ചെങ്കടലിലും മരുഭൂമിയിലും കാനാൻ ദേശത്തുമെല്ലാം ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിച്ചു. ആ രക്ഷകനായ കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നമുക്ക് വേണ്ടി തൻ്റെ ശക്തി പുറപ്പെടുവിക്കുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം, എൻ്റെ ഓഹരിയായ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങൻ്റെ സങ്കേതമാണ്. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, ആമേൻ. എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. കർത്താവേ, അങ്ങയുടെ മാറിൽ ഞങ്ങൾ ചാരുവാനായി എൻ്റെ ഉപനിധി, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അങ്ങന്റെ നിക്ഷേപമാണ്. അങ്ങന്റെ നിക്ഷേപമേ.
ഞങ്ങളുടെ ആശ്രയമായ കർത്താവേ, എന്റെ ആശ്രയമേ, എന്റെ മറവിടമേ, ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. എന്നെന്നും സങ്കേതമേ, മാർവിൽ ചാരിടാം വിശ്വസ്തനായ ദൈവമേ, പറയാം വിശ്വസ്തനവൻ, വീരനായ കർത്താവേ, വീരനാണവൻ. മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ, വീരനാണവൻ. ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ ആശ്രയമായ കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ പാറയായ കർത്താവേ, അങ്ങയുടെ ജീവജല നദി ഞങ്ങളിലേക്ക് ഒരുക്കണമേ. ഹല്ലേലൂയ. ആകാശങ്ങളിൽ തന്റെ ഉന്നത മന്ദിരം തീർക്കുകയും ഭൂമിയുടെ മേൽ കമാനം നിർമ്മിക്കുകയും കടൽ ജലത്തെ വിളിച്ച് ഭൂജലത്തിൽ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവെന്നാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. എന്റെ കോട്ടയുമേ, എന്റെ ശരണവുമേ, അങ്ങന്റെ പരിചയവുമേ, ജീസസ്. എന്റെ പാറയുമേ, എന്റെ ജീവജലമേ, അങ്ങന്റെ ഉറവയാണേ. ഹല്ലേലൂയ. എന്റെ കോട്ടയുമേ, ശരണമേ, എന്റെ ശരണവുമേ, കർത്താവേ, അങ്ങന്റെ പരിചയവുമേ, ജീസസ്. എന്റെ പാറയുമേ, എന്റെ ജീവജലമേ, അങ്ങന്റെ ഉറവയാണേ. കർത്താവേ, അങ്ങയുടെ മാറിടത്തിൽ ഞങ്ങൾ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ, വീരനാണവൻ. ഞങ്ങളുടെ ഉടയവനായ കർത്താവേ, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും ആയ കർത്താവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നീക്കി ഞങ്ങളെ വിശുദ്ധിയുടെ മറവിലേക്ക് മാറ്റുന്നതായിരിക്കട്ടെ. ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇതാ കടന്നു വരും. എന്റെ ഉടയവൻ, എന്റെ ഭുജബലമേ, അങ്ങന്റെ ഇമ്പമാണേ. എന്റെ ആരംഭമേ, എന്റെ വാഗ്ദത്തമേ, അങ്ങന്റെ ആമേനാണേ. എന്റെ ഉടയവൻ, എന്റെ ഭുജബലമേ, അങ്ങന്റെ ഇമ്പമാണേ. എന്റെ ആരംഭമേ, എന്റെ വാഗ്ദത്തമേ, അങ്ങന്റെ ആമേനാണേ. മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ, വീരനാണവൻ.
ഹല്ലേലൂയ, ആരാധന. നന്മയുടെ ഉറവിടമായ കർത്താവേ, ആരാധന. നന്ദി കർത്താവേ. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ കർത്താവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങേ രക്ഷകനായി സ്വീകരിക്കുന്നു. ഇന്നേ ദിവസം നന്മയുടെ ഉറവിടമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.